മാതൃഭൂമി, മനോരമ തുടങ്ങിയ പത്രങ്ങളിലടക്കം ഇലക്ഷൻ സർവേകൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് LDFന് മുൻതൂക്കം എന്നുള്ള തരത്തിലായിരുന്നു. പിന്നീട് അത് UDFന് മുൻതൂക്കം എന്നുള്ള തരത്തിലേക്കായി. അപ്പോൾ ഇത് ഒരു മനഃപൂർവ്വമായിട്ടുള്ള ചായ്വായിട്ട് വരുന്നതാണോ അതോ ഇതാണോ യഥാർത്ഥ വസ്തുത? അല്ല, അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മനോരമ പത്രവും മാതൃഭൂമി പത്രവും രണ്ട് രാഷ്ട്രീയമാണ്. മനോരമ എക്കാലത്ത് ഒരു UDFന്റെ സപ്പോർട്ടുള്ള പത്രമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDFന് ഭൂരിപക്ഷം കിട്ടുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം കിട്ടും. ലോകം കണ്ടറിലെ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടേണ്ട ആളാണ്. ആ നിലയ്ക്കാണ് മനോരമ വലിയ പ്രചരണം കൊടുക്കാറ്. അതേപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് മനോരമ എക്കാലത്തും ഒരു UDFന് ഒരു 100 സീറ്റ് അല്ലെങ്കിൽ 90 സീറ്റ് പിന്നെ 80 സീറ്റായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ആദ്യകാലത്ത് മനോരമ പറഞ്ഞു 100 സീറ്റ് വരെ കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത്. ഇപ്പം 100 സീറ്റ് ഇല്ല, ഇപ്പോൾ കഷ്ടിച്ച് 80 സീറ്റേ ഉള്ളൂ. അതേപോലെ തന്നെ മാതൃഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ അത് ആ മാതൃഭൂമി പത്രത്തിൽ നയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശ്രേയംസ് കുമാറിൻ്റെ പത്രമാണ്. ശ്രേയംസ് കുമാർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാരനാണ്. അയാൾ മന്ത്രിയാവാൻ നല്ല പണിയെടുത്ത ആളാണ്. അയാൾക്ക് മന്ത്രിസ്ഥാനമൊന്നും കിട്ടിയില്ല. എന്ന് മാത്രമല്ല, അയാൾ കൂടുതലുള്ള ആൾ KP മോഹനുണ്ട്, പഴയ കുറുപ്പിൻ്റെ മകൻ. അയാളെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയെടുത്ത ആളാണ് ശ്രേയംസ് കുമാർ. അപ്പം അങ്ങനെ ശ്രേയംസ് കുമാറിന് നിക്ഷിപ്തമായുള്ള താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യ സംരക്ഷണമാണ് മാതൃഭൂമി സംരക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യകാലത്ത് അവർ LDFന് കൂടെ നിൽക്കാൻ ശ്രമിച്ചു. LDFന് ഭൂരിപക്ഷം കിട്ടുന്ന ധരിച്ചു. ഇപ്പോൾ അവർ ധരിക്കുന്നു UDFനാണെന്ന് ധരിക്കുന്നു. ഞാൻ ആ പത്രത്തിൻ്റെ അവർ റിപ്പോർട്ടുകൾ വായിക്കുന്ന സമയത്ത് ആ റിപ്പോർട്ടിങ്ങിനകത്തൊന്നും ഒരു സത്യസന്ധത ബോധ്യപ്പെട്ടിട്ടില്ല. അവരെത്ര ആളുകളെ കണ്ടു, അവരാരെയൊക്കെ കണ്ടു, അവർ ഏതൊക്കെ സ്ഥലത്ത് പോയി, എങ്ങനെയാണ് അവിടെയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ആ തരത്തിൽ പഠനമൊന്നും ആ റിപ്പോർട്ടിനകത്ത് എനിക്ക് ബോധ്യം വന്നില്ല. ഏതാണെങ്കിലും ഒന്ന് വസ്തുതയാണ്, കേരളത്തിലെ ഒരു വലിയ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതെല്ലാവരെയും സംബന്ധിച്ചുണ്ട്. എല്ലാവർക്കും തോന്നലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വരെയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള, വ്യക്തിപരമായിട്ട് കണ്ടിട്ടുള്ള ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഈ ഭരണത്തെക്കുറിച്ച് അവർക്കാർക്കും നല്ലത് പറയാൻ വേണ്ടിയിട്ടില്ല. ഇതിനകത്ത് ഒരു നല്ല മന്ത്രിയുടെ പേര്, ഇതിനകത്ത് വല്ല മാതൃഭൂമിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഉന്നത വിദ്യാഭ്യാസം മോശമാണ്, പക്ഷേ ശിവൻകുട്ടി നല്ലതാണെന്നാണ്. ശിവൻകുട്ടി നല്ലതാണെന്നുള്ള പാർവതി വരെ പറയാൻ സാധ്യതയില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ. കാരണം അത്രയും മോശം വകുപ്പാണ്. ഒരു വിവരമില്ലാത്ത മന്ത്രി. ആ ശിവൻകുട്ടി നല്ലതാണെന്ന് മാതൃഭൂമി പത്രം പറയുന്നു. മറ്റൊന്ന് അവർ പറയുന്നത് ആരോഗ്യവകുപ്പ് മോശമാണ്, ടൂറിസം വകുപ്പ് നല്ലതാണ്. അതിനെന്താ കാരണമുള്ളത്? ആ മുഹമ്മദ് റിയാസ് ആ വകുപ്പ്. റിയാസ് പറഞ്ഞ ആരാ? പിണറായി വിജയൻ്റെ മരുമകനാണ്. അങ്ങനെ പിണറായി വിജയൻ്റെ മരുമകനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃഭൂമിയുടെ ബോധപൂർവമായിട്ടുള്ള ചില നിരീക്ഷകന്മാരുടെ പരിശ്രമ ഫലമാണ് ശരിക്ക് മുഹമ്മദ് റിയാസിൻ്റെ അവിടെ ടൂറിസം വകുപ്പ് നല്ലത്. എങ്ങനെ ടൂറിസം വകുപ്പ് നന്നായത്? എവിടെയാണ് ടൂറിസം വകുപ്പ് നല്ലത്? എവിടെയാണ് മറ്റേ റോഡിൻ്റെ വികസനം നടന്നിരിക്കുന്നത്? റോഡിൻ്റെ വികസനം ഇവിടെ പറയുന്ന കേരളത്തിൽ വരുന്ന മുഴുവൻ കേന്ദ്രത്തിന്റെ സപ്പോർട്ടോടുകൂടി ഇരിക്കുന്ന ദേശീയപാത വികസനമാണ്. അതിനാണ് കഴിഞ്ഞ ചുരുങ്ങിയ വർഷം കൊണ്ട് ഏകദേശം 93,000 കോടി രൂപയാണ് കേരളത്തിൽ നിക്ഷേപിച്ചത്. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ വകുപ്പിന്റെ റിയാസിന്റെ PWD വകുപ്പിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 5,600 കോടിയേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് മികച്ച പ്രവർത്തനം എന്ന് പറയുക. നല്ല റോഡുകളുണ്ട്. ഇപ്പൊ തന്നെ നമ്മളൊരു പുതിയൊരു നിയമം കേരളത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വാഹനങ്ങൾ 80 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാം. അതിന്റെ കാരണം റോഡൊക്കെ നന്നായി. ആരുടെ റോഡാണ് നന്നായത്? ഏതെങ്കിലും PWD റോഡ് നന്നായിട്ടുണ്ടോ? ഏതെങ്കിലും GCDയുടെ റോഡ് നന്നായിട്ടുണ്ടോ? ഏതെങ്കിലും കോർപ്പറേഷൻ്റെ റോഡുകൾ നന്നായിട്ടുണ്ടോ? ലോക്കൽ ബോഡിയുടെ റോഡുകൾ നന്നായിട്ടുണ്ടോ? ഒന്നും നന്നായിട്ടില്ല. മറിച്ച് കേന്ദ്ര സർക്കാർ ഹൈവേയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റോഡുകളെല്ലാം തന്നെ 6 വരി പാതകളാണ്. അത് 1986 അതിൻ്റെ അക്വിസിഷൻ നടന്നത്. അതിനുശേഷം അതിൻ്റെ യാതൊരു പണിയും നടന്നിട്ടില്ല. അത് നടന്നത് ഏകദേശം ഈ പറയുന്ന ഒരു 20-28 കൊല്ലത്തിന് ശേഷമാണ്, 38 കൊല്ലത്തിന് ശേഷമാണ് അതിൻ്റെ പണി ആരംഭിക്കുന്നത്. ഇപ്പോൾ അത് ഏകദേശം മെച്ചപ്പെട്ട രീതിയിൽ വരുന്നുണ്ട്. 2-3 വർഷം കൊണ്ട് ആ റോഡുകൾ നന്നാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള റോഡുകളിലേക്ക് 80 കിലോമീറ്റർ സ്പീഡിലോ 100 കിലോമീറ്റർ വേഗതയിലേക്ക് വാഹനങ്ങൾ പോകാം. അത് കണ്ടുകൊണ്ട് കേരളത്തിലെ റോഡുകൾ, നമ്മുടെ ഈ പറയുന്ന സാധാരണ റോഡുകളിലൊക്കെ ഇവിടെ 80 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന ആള് ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ പോകുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രം ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലറാണത്. ഇത് കേന്ദ്രത്തിന്റെ സർക്കുലറാണ് കേട്ടോ. കേന്ദ്രം പറഞ്ഞത് അവർ നാഷണൽ ഹൈവേയെ കുറിച്ചാണ് പറഞ്ഞത്. ആ നാഷണൽ ഹൈവേയിലുള്ള റോഡിന്റെ നന്മ മുഴുവൻ ഞങ്ങൾ കേരളത്തിൻ്റെതാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം റിയാസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പം അതുകൊണ്ട് മുഹമ്മദ് റിയാസ് മാത്രമല്ല, MP രാജേഷ് ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന വകുപ്പിൻ്റെ മന്ത്രിമാരാരും, വ്യവസായ വകുപ്പ് മോശമെന്ന് ഇവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചുള്ള ശിവൻകുട്ടി നല്ലതാണ്, ബിന്ദു ടീച്ചർ മോശമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശിവൻകുട്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്.
ഈ ഇലക്ഷൻ സർവേയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം 2 സീറ്റ് NDAക്ക് കിട്ടുമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിൽ കൂടുതൽ സീറ്റുകളായിരിക്കാം NDAക്ക് കിട്ടാൻ പോകുന്നത്. പല സർവേകളിലും അതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് 2 സീറ്റ് പറയുമ്പോൾ അവർ പലതും മറച്ചു വയ്ക്കുന്നുണ്ടോ? അല്ല, അതിന് സംശയമില്ല. കാരണം ഇവർ സർവേ നടത്തിയിരിക്കുന്ന ആരെയൊക്കെ കണ്ടിട്ടാണ്? ഇവർ കുറച്ച് കോൺഗ്രസ്സുകാരനെ കണ്ടു, ഇവർ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടു, അവരെ കണ്ട് കുറേ സർവേ നടത്തി. അതേപോലെ തന്നെ NDA വിരുദ്ധരായിരിക്കുന്ന ചില ആളുകളെ കണ്ടു. അതിൻ്റെ പേരിൽ NDAയുടെ വോട്ടിൻ്റെ ശതമാനം കുറഞ്ഞ് ഇവർ NDAക്ക് 0 മുതൽ 2 വരെ സീറ്റ് വേണമെങ്കിൽ കിട്ടാമെന്നാ പറയുക. വേണമെങ്കിൽ 0 ആകാം. പക്ഷേ എനിക്ക് ഒരു സംശയവുമില്ല, കേരളത്തിലെമ്പാട് യാത്ര ചെയ്ത ആളെന്ന നിലയ്ക്ക് BJPക്ക് NDAക്ക് 4 സീറ്റിൽ കുറയാൻ യാതൊരു തരവുമില്ല. 4 തുടങ്ങിയിട്ട് വേണ്ടി വന്നാൽ 18 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ നിലവിലുള്ള സാധ്യത ഒരു LDFനോ UDFനോ കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. ഒരു ഹങ് അസംബ്ലിക്ക് കേരളത്തിൽ സാധ്യതയുണ്ട്. കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ സാധാരണക്കാരൻ പ്രതീക്ഷിക്കുന്നത് ഈ നാടിൻ്റെ വികസനമാണ് പ്രതീക്ഷിക്കുന്നത്, ഈ നാടിൻ്റെ ഉയർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ തന്നെ സർവേ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ രംഗം മോശം, ആരോഗ്യരംഗം മോശം, വ്യവസായ രംഗം മോശം, പിന്നെ ഇത് പൊതുമരാമത്ത് വകുപ്പ് മോശം, ടൂറിസം നല്ലതല്ല. പിന്നെ എവിടെ നല്ലതുള്ളത്? പിന്നെ എവിടെയാണ് ആഭ്യന്തരം കേരളത്തിൽ വളരെ മോശം. അങ്ങനെ കേരളത്തിൽ സമസ്ത രംഗങ്ങളും കേരളത്തിൽ മോശമാണ്. ഇന്ന് മാത്രമല്ല, നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായുള്ള ശ്രമം UDFൻ്റെ ഭാഗത്തുനിന്നുമില്ല. ഈ മോശക്കേസ് തന്നെയാണ്. സാധാരണ രീതിയിൽ LDFൻ്റെ ഭരണം മോശമായാൽ അധികാരത്തിലേക്ക് എത്തേണ്ട UDF ആണ്. പക്ഷേ UDFനെ അതിനെ സംബന്ധിക്കുന്ന ഒരു നയപരിപാടികളും UDF ആവിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ആവിഷ്കരിച്ച നയപരിപാടികൾ ഒന്ന് എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ പിൻബലത്തോടുകൂടി വരിക എന്നുള്ളതാണ്. ജനം ഭയത്തിലാണ്. സത്യത്തിൽ ജനത്തിന് വലിയ ഭയമാണ് കേരളത്തിൽ. കാരണം കേരളത്തിലെ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ വലിയ ഭയത്തിലാണ്. UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണ്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിൻ്റെ മേൽക്കോയ്മയുള്ള ഭരണമാണ്. ഇടതുപക്ഷക്കാരൻ വരികയാണെങ്കിൽ SDPIക്കാരുടെ മേൽക്കോയ്മയാണ് വരിക. ഇത് രണ്ടും വരുന്ന ഇസ്ലാമിക തീവ്രവാദികളാണ്. അവിടെയാണ് നല്ല ഉദാഹരണം പറയുന്നത്. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങൾ പോലും വളരെ വർഷങ്ങളായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് അടിയറ വയ്ക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്യന്തം അപകടകരമാണ്. ഇവിടെ ഒരു മതേതര രാജ്യമല്ലേ ഇത്? മതേതര സംസ്ഥാനമല്ലേ? ഈ മതേതര സംസ്ഥാനത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സമീപനം എടുക്കുന്നത് ഏത് മുന്നണി സ്വീകരിക്കുന്നതും ജനവിരുദ്ധം തന്നെയാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഗുരുവായൂർ. 48% ഇപ്പോൾ അവിടെ ഉള്ളത്. 50 വർഷമായിട്ട് അവിടുത്തെ ഒരു ഹിന്ദു അവിടെ നിന്ന് അസംബ്ലിയിൽ മെമ്പറായിട്ടില്ല. അവിടെയാണ് ഗുരുവായൂരുള്ളത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലടക്കം വരുന്ന ആളുകൾ, ക്ഷേത്ര വിരുദ്ധരായിരിക്കുന്ന ആളുകൾ, ക്ഷേത്രം നശിപ്പിച്ച് അവിടെ കപ്പ നടണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ, അവരാണ് അവിടെ നിന്ന് ജയിപ്പിക്കുക. അവർ ജയിപ്പിക്കാൻ വേണ്ടി ഈ 2 മുന്നണിക്കാരെന്താ പരിശ്രമിക്കുന്നത്? UDF അത് തന്നെയാണ്, LDF അത് തന്നെയാണ്. 63% ഈ 50 കൊല്ലം മുമ്പ് ഹിന്ദു ഭൂരിപക്ഷം. 63% ഹിന്ദു വോട്ട് ഉള്ള സ്ഥലത്താണ് 20% ഉണ്ടായിരുന്ന മുസ്ലിമിൻ്റെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്ന പരിശ്രമമാണ് UDF അക്കാലത്ത് സ്വീകരിച്ചത്. ഇന്നവരെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വിഭാഗത്തും, ജമാഅത്തെ ഇസ്ലാമിയിലും കൊള്ളട്ടെ SDPI കൊള്ളട്ടെ, ഇവിടുത്തെ സാധാരണ മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്നില്ല. ഇവരെ LDFും UDFും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിൽപ്പെട്ട തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. അത് അത്യന്തം ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള അത്യന്തം അപകടകരമായുള്ള അവസ്ഥയാണ്. കേരളത്തിലെ ഹിന്ദുവിന് ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 മുന്നണികളും സ്വീകരിച്ചിരിക്കുന്ന നയം. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു പക്ഷേ NDAയുടെ ഭൂരിപക്ഷം, NDA എന്ന നിലയ്ക്ക് മാത്രമല്ല, അതിനുള്ളൊരു ഹൈന്ദവ ഉണർവ് കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അത് വലിയ നിലയ്ക്കൊരു കുതിച്ച് കയറ്റം സംഭവിക്കുകയാണെങ്കിൽ ഭയക്കുന്നില്ല സത്യത്തിൽ ഈ 2 മുന്നണികൾ? ഒരു സംശയമില്ല. 2 മുന്നണികൾക്കും NDA ഭയമുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇസ്ലാമിക തീവ്രവാദത്തെയും UDFനെയും LDFനെയും ഭയമുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കൾ വലിയ ഭയത്തിലാണ്. അവർക്ക് ജീവിക്കണം ഈ നാട്ടിൽ അവർക്ക് ജീവിക്കുന്ന കാര്യത്തിൽ തടസ്സമായി നിൽക്കുന്നത് LDF ആണ്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന UDF ആണ്. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ മുന്നണിയാണ് എന്നുള്ള വലിയൊരു ചർച്ച ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും വളരെ സമാധാനപരമായിട്ട് സാധാരണ ആളുകളുടെ ഇടയ്ക്കും ഒരു വലിയൊരു ചർച്ചാ വിഷയമാണ് എന്നുള്ളത് വസ്തുതയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.